ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മളൊരു പാർട്ടീസ് ടേബിൾ സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുവരെ നമ്മൾ കേക്കും അതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കരുതി ഇതൊരു വ്ളോഗ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള മെനു ലിസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിലുണ്ടായിരുന്നത് കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ്, ബട്ടർ പുഡിംഗ്, മുട്ടമാല, പിന്നെ ടെൻഡർ കോക്കനട്ട്, ഗുലാബ് ജാമുൻ, ചോക്ലേറ്റ് പുഡിംഗ്. ഈ ഒരു 6 ടൈപ്പ് പുഡിങ്സ് ആയിരുന്നു കേട്ടോ ഇതിലുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ് ആണ്. കസ്റ്റാർഡിന്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ബ്രെഡ് ആഡ് ചെയ്തിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ചൈന ഗ്രാസും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളൊരു ട്രേയിലോട്ട് സെറ്റ് ആക്കാൻ വേണ്ടി ഒഴിക്കുകയാണ് കേട്ടോ. അത് അവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. ഇനി നമുക്ക് ചോക്ലേറ്റ് പുഡിംഗ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. 2 സ്റ്റൗ ടോപ്പിലായിട്ട് ഒന്നിൽ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഒന്ന് മിൽക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മിൽക്കിലേക്ക് നമ്മൾ ഷുഗറും കണ്ടൻസ്ഡ് മിൽക്കും ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും പിന്നെ കൊക്കോ പൗഡറും ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പുഡിംഗ് സെറ്റ് ആക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാനുണ്ടായിരുന്നത് ഗുലാബ് ജാമുൻ ആയിരുന്നേ. അത് ഇൻസ്റ്റന്റ് മിക്സ് അല്ലാതെ മിൽക്ക് പൗഡർ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് മുട്ടമാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ശരിക്കും എനിക്ക് ഈ ഒരു ടേബിൾ സെറ്റിൽ മുട്ടമാല ആയിരുന്നു കേട്ടോ കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടായിരുന്നു ഇത് ഉണ്ടാക്കാൻ നോക്കിയിരുന്നത്. നോർമലി ഏതൊരു കാര്യം നമ്മൾ വീട്ടിലൊന്ന് പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനുള്ള ടൈം കിട്ടിയിരുന്നില്ല. അതും കൂടിയല്ല, നമുക്ക് വീട്ടിലുള്ള ആർക്കും തന്നെ ഈ ഒരു എഗ്ഗിൻ്റെ സ്മെല്ലും ഡയറക്റ്റ് സ്മെല്ല് വരുന്ന ഒരു ഡിഷും ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ടെൻഷനും ഉണ്ടായിരുന്നു. ഇനി ഇത് നല്ലപോലെ വന്നില്ലെങ്കിൽ എനിക്കത് തിരുത്തി ചെയ്യാനുള്ള ടൈമോ ഈ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. പിന്നെ യൂട്യൂബിലെ കുറേ റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് അതിലെ ടിപ്സൊക്കെ അനുസരിച്ചാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുമ്പം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. യോക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു അരിപ്പയിലോട്ട് വെച്ചിട്ട് നല്ലോണം സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. യോക്കിലൊരു സെപ്പറേറ്റ് ഒരു പാട പോലെയുള്ള ഒരു സംഭവം ഉണ്ട്. ആ ഒരു സംഭവം നമ്മൾ എടുത്ത് കളയണം കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇത് നല്ലോണം അരിച്ചെടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചുറ്റിച്ചെടുക്കാം. ഒരു ബോട്ടിൽ ഒരു ഹോൾ ഇട്ടിട്ട് അങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇതായാലും സുഖമാണ്. ഇതാകുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനൊക്കെ ഈസിയാണ് കേട്ടോ. ചെറിയ നമുക്ക് നൂല് പോലെ നമുക്ക് വേണ്ട അത്ര ഹോൾ കട്ട് ചെയ്തെടുത്ത് ഞാനിപ്പോൾ ചെയ്യും പോലെ ഷുഗർ സിറപ്പിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ചുറ്റിച്ചെടുക്കുക കേട്ടോ. വേണ്ട ഒരേ സൈഡ് തന്നെ ആക്കുന്നതിന് പകരം നമ്മൾ സൈഡ് മാറി മാറി ആക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇതൊരു 40-50 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും കുക്കായി കിട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കാവുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ സ്റ്റവിൽ നിന്ന് ഇത് എടുക്കാൻ നേരം കുറച്ചൊരു പച്ചവെള്ളം ഇതുപോലെ തളിക്കുന്നത് നല്ലതാട്ടോ. അത് ഈ ഷുഗർ സിറപ്പിന്റെ ക്രിസ്റ്റലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തളിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഈ ഒരു യെല്ലോ പാർട്ടും കൂടി ഇങ്ങനെ ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് മുട്ടമാല പ്രിപ്പയർ ചെയ്യാം. ഈ ഒരു ഷുഗർ സിറപ്പിന്റെ ക്രിസ്റ്റലൈസേഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് നമ്മൾ പ്ലേറ്റിലോട്ട് വാങ്ങിക്കും. പ്ലേറ്റ് നല്ലപോലെ ചെരിച്ച് വെക്കാൻ നോക്കണം കേട്ടോ. അത് ഈ ഒരു മുട്ടമാലയിലുള്ള ഷുഗർ സിറപ്പ് എക്സ്ട്രാ ഉള്ളത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ചെയ്യുന്നത് ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിന്റെ ഡെക്കറേഷൻ ആണ് കേട്ടോ. ഇതിന്റെ ടെൻഡർ പീസസ് നമ്മൾ പുഡിങ് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ടോപ്പിൽ വെക്കണം കേട്ടോ. ഞാൻ ആ കാര്യം മറന്നുപോയി. ടോപ്പിൽ ജസ്റ്റ് പ്ലേസ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ ചോക്ലേറ്റ് പുഡിങ് നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചാട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ക്യാരറ്റ് പുഡിങ്ങും അതേപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ടോപ്പിങ്സിൽ ഇതുപോലെ തന്നെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗുലാബ് ജാമുൻ ബോളിലോട്ട് മാറ്റാം. ഈ ഒരു ബോൾസ് നമ്മളൊരു 3-4 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ഷുഗറൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് ഉടയാതെ തന്നെ നമുക്ക് ഈ ഒരു ബോളിലോട്ട് ശ്രദ്ധിച്ചിട്ട് ഇടാം. ഇതിൻ്റെ ഈ ഒരു ഷുഗർ സിറപ്പും കൂടി ഇതിന് കൂടെ സെർവ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടമാല അത് പ്ലേറ്റിലോട്ട് മാറ്റാൻ കേട്ടോ. അതിങ്ങനെ പ്ലേറ്റിൽ ഒരേപോലെ ഒരു ഈവൻ ആയിട്ട് നമ്മൾ പരത്തി വെക്കണം. അതിന് ടോപ്പിലായിട്ടാണ് മുട്ടസുർക്ക പ്ലേസ് ചെയ്യേണ്ടത് കേട്ടോ. മുട്ടസുർക്ക പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അത് ഈ ഒരു തിരക്കിനിടയിൽ വിട്ടുപോയത്. ഇതിന്റെ മേക്കിംഗ് നല്ല സിമ്പിൾ ആണ്. അതിന്റെ മുട്ടന്റെ വയറ്റിലോട്ട് നമ്മൾ പാൽപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പുഡിങ്ങിൻ്റെ ഒക്കെ ഫൈനൽ ലുക്കായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് പുഡിങ് ഉണ്ടാക്കുമ്പം കുറേ അധികം പുഡിങ് ഉണ്ടാക്കാനാണ് എന്നും ഇഷ്ടം. കാരണം ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ കൂടി ഒന്ന് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരത്തി വെക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മീ. താങ്ക് യു.